പണ്ട് ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്തെ അന്ന് വല്ലപ്പോഴൊക്കെ ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമക്ക് പോകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. സിനിമക്കൊക്കെ നല്ല സ്വാധീനമുള്ള കാലഘട്ടമായിരുന്നു. ഞാനും എൻ്റെ ക്ലാസ്മേറ്റും ഇന്ന് നാട്ടുകാരനും കൂടിയാണ്, പേര് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ പതിവ് പോലെ സിനിമക്ക് പോയി. അതായത് ഞങ്ങൾ പഠിച്ചിരുന്നത് തിരുനാവായ താഴ്ത്തറ ഹൈസ്കൂളിലായിരുന്നു. അവിടുന്ന് ഒരു കനാൽ വരമ്പുണ്ട്, അതിൽ കൂടെ അങ്ങനെ നടന്നിട്ട് തിരുനാവായ എത്തും. തിരുനാവായെന്ന് ലിമിറ്റഡ് സ്റ്റോപ്പിൽ കയറിയിട്ട് തിരൂർ പോയാൽ ലിമിറ്റഡിൽ തന്നെ തിരിച്ചു വരും. കാരണം ഞങ്ങളുടെ നാട്ടിൽ കൂടെ ആയിരിക്കും ആ ബസ് കവർ ചെയ്യുക. ഞാൻ അറിയണ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല മുളക്കിൽ കിട്ടും. അപ്പോൾ അതൊരു വിഷയം ഉണ്ടാച്ചിട്ട് ലിമിറ്റഡിൽ കയറിയിട്ട് അങ്ങനെ പോവാണ് സാധാരണ. ആ സ്കൂളിൽ പഠിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ആ കനാലും ആ തോടും ആ നടവരമ്പുകളൊക്കെ. ഭാരതപ്പുഴന്റെ തീരത്താണ് ഞങ്ങളുടെ സ്കൂള്. അപ്പോൾ പതിവ് പോലെ ഒരു ദിവസം പോയി തിരിച്ചു വരുമ്പോൾ ആ കനാലിന്റെ വരമ്പിൽ വെച്ചിട്ട് ഒരു 150 രൂപ കണ്ടു കിട്ടണം. എനിക്കാണ് കിട്ടിയത്. ഞാനടുത്ത് ഇവനക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് 50 ആക്കാന്ന് പറഞ്ഞു. അന്ന് ഞാൻ വലിയ നന്മമരമായി അവന്റെ മുന്നിൽ. ഞാൻ പറഞ്ഞ ആരതോ പൈസയാണ്, എന്തോ ആവശ്യത്തിന് ഉള്ള പൈസ ആയിരിക്കും, കൊഴിഞ്ഞു പോയതല്ലേ, നമുക്കിത് താഴത്തിറക്കെ ആ കടയിൽ ഏൽപ്പിക്കുക, ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അവർ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അവൻ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്കിത് വേണം, കയ്യിൽ 10 പൈസ ഇല്ലാതെ നടക്കുകയാണ്, ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ എടുത്ത് പറഞ്ഞു. അപ്പൊ നിനക്ക് വേണ്ടല്ലോ എന്ന് കുറെ ചോദിച്ചു. എന്നോട് കഷ്ടപ്പാടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്. സ്കൂളിൽ കഞ്ഞി ഉച്ചക്ക് വിട്ടാൽ കഞ്ഞി കുടിക്കും. ഒരു കഞ്ഞിക്കട ഉണ്ട്, അവിടെ പോയിട്ട് കഞ്ഞി കുടിക്കുക. അല്ലെങ്കിൽ പൊറാട്ട തിന്നും, പൊറാട്ടയിൽ ഒരു കറി ഒഴിച്ചു തരും അവർ ഫ്രീ ആയിട്ട്. ആ കറിയും കൂട്ടിയിട്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിച്ചു കൂട്ടുന്ന കാലഘട്ടമായിരുന്നു. ഇവൻ അതിന്റെ ശേഷം എല്ലാ ദിവസവും ഒരാഴ്ചയോളായി ഞാനിവനിങ്ങനെ കാണുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരിക്കും കഴിക്കാൻ പോവുക. അന്ന് അവനാൻ പൈസക്കുള്ള കഴിക്കല്, അവന്റെ പൈസക്ക് അവൻ കഴിക്കും, എന്റെ പൈസക്ക് ഞാനും കഴിക്കും. അവൻ എന്നും മുട്ട റോസ്റ്റും ബീഫ് കറിയും ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഡെയിലി അടിക്കുന്നു ഉച്ചക്ക്. ഈ പൈസ ഉണ്ടല്ലോ അവന്റെ കയ്യിൽ, 150 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണെന്നൊക്കെ. ഒരാഴ്ചയോളം കഴിഞ്ഞ് ഞാൻ അവനോട് പറഞ്ഞേ, കണ്ടിട്ട് സഹിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ വേണം, പകുതി പൈസ ഉണ്ട്, തിരിച്ചു തരണം എന്നാണ്. അപ്പൊ ഇതിന് അവന്റെ പകുതിയിൽ മുക്കാലും ചെലവായിക്കണം. അവൻ പറഞ്ഞു ഞാനോട് 100 വട്ടം ചോദിച്ചാണ്, അപ്പൊ ഈ വേണ്ട അറിഞ്ഞു, ഇനി ഇതിന്ന് തരാൻ പറ്റില്ല അറിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു പോയി എന്നെ പൈസ. ഞാൻ പറഞ്ഞു ഒരു 50 രൂപയിലും കൊണ്ടുവരാറിട്ട് അവനെ കയ്യും കാലും പിടിച്ച് കൊന്നാ തരൂല അറിഞ്ഞു. അവന് ആ കോലത്തിൽ അവന് തന്നില്ല ആ പൈസ എന്നൊക്കെ. അപ്പൊ ഞാന് എന്താന്ന് വെച്ചാൽ നമ്മളെ ഹൈസ്കൂൾ പഠന കാലം ഉണ്ടല്ലോ, സ്വീറ്റ് മെമ്മറീസ്, നമ്മളെ മനസ്സിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ ഓർമ്മയിൽ ഇരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ ഒരു കാര്യമാണ് ഇതൊന്നും നമ്മൾ ഒരിക്കലും മറക്കൂല, ഇതുപോലുള്ള ഹൈസ്കൂൾ പഠന കാലത്തൊക്കെ ഉള്ള. അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് വന്നാ, വേറെ ഒന്നുമല്ല. പോട്ടെന്നാ, ബൈ.